നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും വൃന്ദാവനമായി. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നടന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയ കുപ്രസിദ്ധ ഗുണ്ട ഒബ്രു എന്ന വിവേകിനെ പോലീസ് പിടികൂടി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. നാടും നഗരവും വൃന്ദാവനമായി. ആട്ടവും പാട്ടുമായി ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നടന്നു. വീഥികളെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാർ നിറഞ്ഞപ്പോൾ നാടാകെ ദ്വാപരയുഗ സ്മരണകളിൽ അലിഞ്ഞു. രാധയും തോഴിമാരും ഇതിഹാസ നിശ്ചല ദൃശ്യങ്ങളും കൂടിയായപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾക്ക് മയിൽപ്പീലിയഴകായി. കണ്ണൻ അമ്പാടിയിലാടിയ ലീലകൾ കാണാൻ ആയിരങ്ങളാണ് പാതയോരങ്ങളിൽ കാത്തുനിന്നത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. കുട്ടികളുടെ കലാപരിപാടികളും ഉറിയടിയും ഗോപികാ നൃത്തവും താളമേളങ്ങളും ശോഭായാത്രയുടെ മാറ്റുകൂട്ടി. നാട്ടിക, വലപ്പാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ തൃപ്രയാറിൽ മഹാശോഭായാത്രയായി സംഗമിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂർ ശങ്കരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 3 മുതൽ ദശാവതാര ചന്ദന ചാർത്ത് നടത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, ചീവേലി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് മാനേജിംഗ് ട്രസ്റ്റി, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ കപിലസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്ര ഹാളിൽ ശ്രീ നാരായണ ധർമ്മ വിവക്ഷയും സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി രചിച്ച വേദവ്യാസനെക്കുറിച്ചുള്ള ഗ്രന്ഥവിചാര സദസ്സും നടത്തി. ചടങ്ങിൽ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ശ്രീനാരായണ തത്വ വിവക്ഷ നടത്തി. ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവൻ, അങ്ങനെയുള്ള ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് മനുഷ്യനെ ജ്ഞാനത്തിലേക്ക്
അവനെ നയിച്ചു കൊണ്ടുപോകുന്നവൻ. അപ്പം ഐശ്വര്യത്തോടു കൂടി ജീവാത്മാക്കൾക്കെല്ലാം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മഹാഗുരുവാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വിചാര സദസ്സാണ് ഇന്നത്തെ ഇവിടുത്തത്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. കാര്യം ഗുരുദേവ ജയന്തികൾ നാടൊട്ടുക്കെ ആഘോഷിക്കുന്നെങ്കിലും കാലഘട്ടത്തിനനുസൃതമായ വിചാര സദസ്സുകൾ ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ഗുരുദേവനിൽ നിന്ന് അന്യം നിൽക്കുകയാണ് ഇപ്പോഴത്തെയും പഴയതുമായ തലമുറകൾ. ആകപ്പാടെ ശ്രീനാരായണ വിശ്വാസികൾക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഞ്ഞ ധരിക്കുക, ദൈവദശകം ചൊല്ലുക. ഇതിലപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നത്, ഞാൻ ശിവഗിരിയിൽ 7 വർഷം പഠിച്ചു. അതുകൊണ്ട് നാരായണ ഗുരുദേവനെക്കുറിച്ച് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 1 വർഷം ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് താമസിച്ചു. ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു. 9 വർഷത്തോളം ഹിമാലയത്തിലെ ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ താമസിച്ചു. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നിങ്ങളോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കേരളത്തിൽ ജനിച്ച 3 ഗുരുക്കന്മാരെക്കുറിച്ചും അവരവരുടെ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരെ ആത്മധ്യാനം എന്ന നിലയിൽ പഠിക്കുവാൻ സാധിച്ചത് എനിക്കൊരു വലിയൊരു അഭിമാനം തന്നെയാണ്. സന്യാസിക്ക് അഭിമാനമില്ലെങ്കിലും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ കേരളത്തിൽ താമസിക്കുമ്പോൾ ഈ മഹാഗുരുക്കന്മാരെയും ശരിയായ വണ്ണം പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തുകാരെന്നുള്ള അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഗ്രന്ഥ പ്രസാദന നിധി സമർപ്പണം നടത്തി. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, RSS തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ, ധീവരസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട്, മധു ശക്തിധര പണിക്കർ, A സതീഷ് ചന്ദ്രൻ, K രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട താന്യം തെക്കിനെയടുത്ത് ഒബ്രു എന്ന വിവേകിനെ പോലീസ് പിടികൂടി. 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്കുള്ള ഇയാളെ പെരുങ്ങോട്ടുകര ജംഗ്ഷനിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കവർച്ച, അടിപിടി, വീട് കയറി ആക്രമണം, പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ലഹരിമരുന്ന് നൽകൽ തുടങ്ങി 14 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരീൻ, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, തോമസ്, സീനിയർ പോലീസ് ഓഫീസർമാരായ ഷാനവാസ്, അനീഷ്, മുരുകൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ 1974-75 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി കുടുംബസംഗമം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ KK സത്യൻ അധ്യക്ഷത വഹിച്ചു. 50 വർഷം മുമ്പ് പഠിച്ച സഹപാഠിയായ ബാംഗ്ലൂർ സ്വദേശിയായ അരയമ്പറമ്പിൽ മീരയും ഭർത്താവ് രവീന്ദ്രനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ജയന്തൻ കുന്നുങ്ങൽ, അനിൽകുമാർ ചെരുവിൽ, കൃഷ്ണകുമാർ, പ്രതാപൻ, അനിൽകുമാർ, മുരളി, ജഗദീഷ്, തങ്കമണി, വനജ, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 1975 നാട്ടിക ഫിഷറീസ് സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്ന സത്യൻ കാരേപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. എനിക്ക് ആഗ്രഹമുണ്ട് സത്യ നമ്മളുടെ പഴയ കൂട്ടുകാരെ ഒന്ന് കാണാൻ. ഇനി അത് ഞാൻ വിളിച്ചു പറഞ്ഞു, പക്ഷെ നിവർത്തില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ മോൻ പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോകും, അച്ഛനെയും കൊണ്ടുപോകും, അമ്മയുടെ ക്ലാസ്മേറ്റിനെ കാണിക്കും. വാർദ്ധക്യം ബാധിച്ച ആൾക്കാരെന്ന് പലരും പറയാം. 50-ാം വർഷമാണല്ലേ. ഓക്കെ, വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന പലരും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്ത്രീജനങ്ങളായാലും ശരി, പുരുഷന്മാരായാലും ശരി, ഈ സംരംഭത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ പഠിച്ചിരുന്ന വിദ്യാഭ്യാസം അപ്പർ പ്രൈമറി സ്കൂളിലാണ്. ഒരു 6ാം ക്ലാസ് വരെയാണ് അവിടെ പഠിച്ചുള്ളൂ. പിന്നെ തളിക്കുളം സ്കൂളിലാണ് പോയത്. അത് കഴിഞ്ഞ് തളിക്കുളം സ്കൂളിൽ നിൽക്കുന്ന അവസരത്തിൽ കണ്ടു ഇവിടെ ശ്രീരാമ പോളിടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
സ്ഥാപനം. 90 പോളിടെക്നിക്കുകളിലൂടെ തുടങ്ങിയ അവസരത്തിൽ ഈ 90 നമ്മൾക്ക് കിട്ടി. പ്രൊഫസർ മുണ്ടശ്ശേരി കഴിഞ്ഞതാണ് അത് ചേർന്ന് പഠിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും നമ്മളെല്ലാം ഈ OBC സെക്ഷനിലല്ലേ, അതർ ബാക്ക്വേർഡ് സെക്ഷനിലുള്ളത്. ബാക്ക്വേർഡ്നെസ് നമ്മൾക്ക് എപ്പോഴും ഉണ്ട് കുറച്ച്. അതൊന്നും നമുക്ക് തേച്ച് മാറ്റി കളയാനൊന്നും പറ്റുന്നില്ല. നാട്ടിക പുതുക്കുളം സൗഹൃദ കൂട്ടായ്മയുടെ ഓണാഘോഷം നടന്നു. പുതുക്കുളം പരിസരത്ത് നടന്ന ഓണാഘോഷ പരിപാടിയിൽ പെരിഞ്ഞനം ആലിങ്ങലമ്മ ടീം അവതരിപ്പിച്ച വീരനാട്യം കൈക്കൊട്ടിക്കളി അരങ്ങേറി. KB സുനോജ് അധ്യക്ഷനായി. കൂട്ടായ്മ ഭാരവാഹികളായ TV ശ്രീജിത്ത്, KV സജീവ്, ഉണ്ണികൃഷ്ണൻ കോരമ്പി, KK പുഷ്കരൻ, VR വിജയൻ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, CT ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ് തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നത്. കൊച്ചിൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നുവരുന്നത്. നേത്ര പരിശോധന കൂടാതെ ബ്ലഡ് പ്രഷർ, ഷുഗർ എന്നീ പരിശോധനയും ഉണ്ടായിരുന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് ലയൺസ് ഭാരവാഹികളായ PK ഏകലവ്യൻ, പ്രതാപൻ കളത്തിൽ, P മാധവമേനോൻ, NM സുരേഷ്, സുഭാഷ് ഞാറ്റുവെട്ടി, രഘു പുളിക്കൽ, ശ്യാം പത്തായക്കാട്ടിൽ, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. 363ാമത്തെ സൈറ്റ് വെസ്റ്റ് ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് തന്നെ ഈ സമയത്തിനുള്ളിൽ തന്നെ 100-ൽ പരം രോഗികളുടെ കണ്ണു പരിശോധന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ ചെക്കിങ്ങും നടക്കുന്നുണ്ട്. പ്രഷർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി, പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസ് PA വിൻസെന്റ് മാടശ്ശേരി, ആൽഡ്രിൻ ജോസ്, വർഗീസ് KA എന്നിവർ പ്രസംഗിച്ചു. ഷാലി ഫ്രാൻസിസ്, ലാലി ജോസ്, ലൂയിസ് താണിക്കൽ, ജെസ്സി വർഗീസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ബിജു ബാബു, ആനി ജോയ് എന്നിവർ നേതൃത്വം നൽകി. 150ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഈ നേത്ര പരിശോധന ക്യാമ്പ് നമുക്ക് എല്ലാവർക്കും വളരെ സഹായകമാണ്. നമുക്കറിയാം, കണ്ണ് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം നമുക്ക് കാണാനും ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കാഴ്ചശക്തി എന്നുള്ളത്. കാഴ്ചയുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം അപ്പോഴെന്നറിയാം. കാഴ്ചയുള്ളവർക്ക് കാഴ്ചയില്ലാത്തവൻ്റെ വിഷമം അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദൈവം തന്ന ഈ കഴിവ് അത് നമുക്ക് പ്രായമൊക്കെ അതിന് ചെറിയ ക്ഷതങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അത് നേരത്തെ കൂട്ടി കണ്ടെത്തി അതിന് വേണ്ട പ്രതിവിധികൾ നേടാനായിട്ട് സഹായകമായിട്ടാണ് ഇപ്രകാരം ഒരു നേത്ര പരിശോധന ക്യാമ്പ് നമ്മുടെ ഇടവകയിൽ. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പരിശുദ്ധ റൊസാരിയോ മാതാവിൻ്റെ 164ാം ദർശന തിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ സണ്ണി ചിറയത്ത്, ലിജോ കരിയാറ്റിൽ, സിജോ ഡേവിസ്, തിരുനാൾ ജനറൽ കൺവീനർ പോൾ ചാലിശ്ശേരി, ഭാരവാഹികളായ AA ആന്റണി, ബിജു എലുവത്തിങ്കൽ, CA ജോൺസൺ, ബാബു തോമസ്, ജസ്റ്റിൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 24, 25 തീയതികളിലാണ് തിരുനാൾ. വാഴപ്പള്ളി ഡേവിസാണ് ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധേന്തി. ഇടവേള. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃശൂരിൽ നടത്തുന്ന സമുദായ ജാഗ്രതാ സദസ്സിനോടനുബന്ധിച്ച് പുത്തമ്പേടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ അവകാശ ദിനാചരണവും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കര പട്ടേക്കൽ, കൈക്കാരൻ AC ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ഫൊറോന കൗൺസിൽ അംഗം സൈമൺ KA, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഷാജു ഡേവിഡ്, കൈക്കാരന്മാരായ ആൽഡ്രിൻ ജോസ്, സണ്ണി KA, ജോജി മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. പോൾ PA, ജെസി വർഗീസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് 12ാം വാർഡ് ADS വാർഷികാഘോഷം മാങ്ങാട്ടുകര AUP സ്കൂളിൽ ചേർന്നു. എഴുത്തുകാരി തുളസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് പ്രമീള രമണൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് PS എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. ADS സെക്രട്ടറി ചന്ദ്രിക വിശ്വംഭരൻ, വാർഡ് മെമ്പർ മേനക ടീച്ചർ, മണി ശശി, രമ തിലകൻ, പ്രസന്ന തങ്കബാലൻ, വിലാസിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ADS സെക്രട്ടറി ചന്ദ്രിക വിശ്വംഭരൻ, രമ തിലകൻ, പ്രസന്ന, തങ്കബാലൻ, വിലാസിനി എന്നിവർക്ക് ആദരവ് നൽകി. നമുക്കറിയാം, ഞാൻ കുടുംബശ്രീയുടെ പല മീറ്റിംഗിലും പങ്കെടുത്തിട്ടുണ്ട്. മുഖസ്തുതി പറയുകയല്ല, കുടുംബശ്രീയിലെ സ്ത്രീകളെ കാണുമ്പോൾ എന്നെക്കാളും എത്രയോ ബോൾഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് പോലും പലപ്പോഴും പങ്കെടുക്കും. എന്തുമാത്രം വനിതകൾ എന്തുമാത്രം ഈ കുടുംബശ്രീയിലൂടെ എന്തുമാത്രം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇത്തരം യോഗങ്ങളും സംഗമങ്ങളും. യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? പൊതുരംഗത്തേക്ക് വരാനായിട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്തായാലും സ്ത്രീ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം കുടുംബശ്രീ സംഗമങ്ങളിൽ കാണുമ്പോഴാണ്. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ER ബൈജുവിനെ കഥാകൃത്ത് ബാപ്പു വലപ്പാട് സ്റ്റേഷനിലെത്തി ആദരിച്ചു. ചടങ്ങിൽ പോലീസ് ഓഫീസർമാരും ഓഫീസ് ജീവനക്കാരും പങ്കെടുത്തു. വാടാനപ്പള്ളി നന്മ സൗഹൃദവേദി ഓണാഘോഷവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നന്മ സൗഹൃദവേദി പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി RK ഗാലിദ്, സെക്രട്ടറി PJ തോമസ്, PA ഫിറോസ്, CM നൌഷാദ്, സതീഷ് ചന്ദ്രബോസ്, ജിനൻ ചാളിപ്പാട്ട്, MI മനാഫ്, അഷ്റഫ് നദ്വി, PM ഗാലിദ്, വിശ്വനാഥ കൈമൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഈ സംഘടന ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പോകുന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സഹോദര കൂട്ടായ്മയാണ് നന്മ. നമുക്കെല്ലാവർക്കും അറിയുമെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ട്. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ കൂട്ടായ്മയ്ക്കകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സംഘടന ശ്രമിക്കുന്നത്. നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ ഓരോ മതങ്ങളുടെയും ഓരോ ജാതികളുടെയും ചരിത്രം പരിശോധിക്കുക.
ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം ഒന്ന് പരിശോധിക്കുക. അത് പരിശോധിക്കുമ്പോൾ ഏത് മതമാണ് മറ്റു മതത്തെ ഉപദ്രവിക്കാനും അവനെ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനും അവന്റെ കാര്യങ്ങളിൽ ഇടപെടാനും അവനില്ലായ്മ ചെയ്യാനും അതിലൂടെ തന്റെ ജാതിയും മതവും ഉയർന്നു നിൽക്കണമെന്ന് പറയുന്നത് ഏത് മതങ്ങളാണ്? കടവിൽ മൊയ്തു ഫാമിലി കൂട്ടായ്മ സ്നേഹസംഗമം നടത്തി. വാടാനപ്പള്ളി പുതുകുളത്ത് നടത്തിയ ചടങ്ങിൽ ഹൈദ്രോസ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗങ്ങളായ മുതിർന്ന വ്യക്തികൾക്ക് ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. പരീക്കുഞ്ഞ്, ഹനീഫ, ബഷീർ, അക്ബർ, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളിപ്പോൾ ഇനി പഠിക്കുന്ന തലമുറ കഴിഞ്ഞാൽ ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം അല്ലാതെപ്പെട്ടു. അതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഈ ഒരു സദസ്സ് തന്നെ സംഘടിപ്പിച്ചത്. ഇതിന് ഒരുപാട് ആൾക്കാർ വരുന്നത് ഇതിനവിടെ കുറെ ഇതിപ്പോൾ പൈതിൽ പോകുന്ന ആൾക്കാർ അറിയില്ല. മണലൂർ ഗ്രാമപഞ്ചായത്ത് 2025 വർഷത്തെ കേരളോത്സവ മത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു. മണലൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന അത്ലറ്റിക്സ് മത്സരങ്ങളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ജിൻസി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ്, മറ്റു ജീവനക്കാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, യുവജന ക്ലബ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 13 മുതൽ വിവിധ വേദികളിൽ കലാകായിക മത്സരങ്ങൾ നടക്കും. സെപ്റ്റംബർ 28-ന് കേരളോത്സവ മത്സരങ്ങൾ അവസാനിക്കും. ഇനിയൊരു ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിലെ കവിതാ വായനശാലയിൽ നടന്ന അമ്മ മലയാളം പ്രതിമാസ പരിപാടി എഴുത്തുകാരി സജിത മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. VR ഷീമ അധ്യക്ഷത വഹിച്ചു. P പങ്കജം, TR ദിവ്യ, മണിലാൽ, ജയന്തി രമേശ്, MV ഹിമ എന്നിവർ സംസാരിച്ചു.
തുടർന്ന് സജിത മഠത്തിൽ രചിച്ച വെള്ളി വെളിച്ചവും വേൽനാളങ്ങളും എന്ന പുസ്തകത്തെപ്പറ്റി ചർച്ച നടത്തി. വാടാനപ്പള്ളി ഫസൽ നഗറിലെ കടൽഭിത്തി നിർമ്മാണത്തിന് കല്ല് കയറ്റുവന്ന ടോറസ് ലോറി ചെരിഞ്ഞു. വാടാനപ്പള്ളി 18-ാം വാർഡിലെ ഫസൽ നഗർ ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണത്തിനായി കല്ല് കയറ്റുവന്ന ടോറസ് ചെരിഞ്ഞു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. MLA വളവിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് എതിരെ വന്നിരുന്ന ബസ്സിന് വഴി കൊടുക്കുമ്പോൾ ആയിരുന്നു ടോറസ് റോഡ് സൈഡിലെ മണ്ണിൽ താഴ്ന്നതുമൂലം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 2 മണിയോടെ JCBയുടെയും ഹിറ്റാച്ചിയുടെയും സഹായത്താൽ ഇരുഭാഗത്തു നിന്നും താങ്ങി നിർത്തി മറ്റൊരു ടോറസ് ഉപയോഗിച്ച് റോപ്പ് കെട്ടിവലിച്ച് കയറ്റുകയായിരുന്നു. വാർഡ് മെമ്പർ നൌഫൽ വലിയകത്തും നാട്ടുകാരും ലോറി ജീവനക്കാരും മുഴുവൻ സമയവും ജാഗ്രതയോടെ കൂടെയുണ്ടായിരുന്നു. ഫസൽ നഗർ ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണ പ്രവൃത്തികൾ യാതൊരു തടസ്സവുമില്ലാതെ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാടാനപ്പള്ളി ബീച്ച് റോഡ് നന്മ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും നബിദിനാഘോഷവും സംയുക്തമായി നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ KK കിരൺ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് റീന തിലകൻ, സെക്രട്ടറി അനു വടക്കൻ, ജോയിന്റ് സെക്രട്ടറി സന്ധ്യ, ട്രഷറർ സജിത പ്രദീപ്, ജോയിന്റ് ട്രഷറർ റെജി ശശി, രക്ഷാധികാരികളായ മോഹനൻ, ഹബീബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ നൃത്തനൃത്യങ്ങൾ, കസേരക്കളി, തിരുവാതിരക്കളി, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിത്ത്, ഉവൈസ്, ഷിഹാബ്, സൂര്യകിരൺ, ആയുഷ് പ്രസാദ്, സഗേഷ്, ബിന്ദു, രമ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ പല ആഘോഷങ്ങളും ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ 4-5 വർഷത്തിന് ശേഷമാണ് നമുക്ക് അതിനുള്ളൊരു അവസരം ഒത്തുവന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ വർഷം തൊട്ടിട്ട് ഇനിയുള്ള എല്ലാ ദേശീയോത്സവങ്ങളും ഞങ്ങൾ ആഘോഷിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 21-ന് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സിന്റെ മുന്നോടിയായി ഞായറാഴ്ച അതിരൂപതയിലെ ഇടവകകളിൽ അവകാശ ദിനാചരണവും മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിയുടെ ഒപ്പ് ശേഖരണവും നടത്തി. വലപ്പാട് ഇടവകതല ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കാർമൽ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ കൊച്ചു ത്രേസ്യ CMC, കൈക്കാരന്മാരായ ജെയിംസ് CA, സിജോ AND, ലിജോ കരിയാറ്റിൽ, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം AA ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നാടും നഗരവും വൃന്ദാവനമായി. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നടന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയ കുപ്രസിദ്ധ ഗുണ്ട ഒബ്രു എന്ന വിവേകിനെ പോലീസ് പിടികൂടി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ മാതാവിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.